ഹായ് ഫ്രണ്ട്സ്, ബാഹ്യമായിട്ടുള്ള സൗന്ദര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ആകർഷകരാകരുത് എന്നുള്ളതാണ് എൻ്റെ ചില അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളാകുന്ന മനുഷ്യരുടെ ഉള്ളിൽ ഒരു ദയാവായ്പ്, കരുണ, ധാർമ്മികത, സഹജമായ മനുഷ്യസ്നേഹം, മനുഷ്യപ്പറ്റ് ഇതെല്ലാം ഒരു ദീപം പോലെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എല്ലാവരോടും കരുണയും സ്നേഹവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അതികഠിനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ നല്ല മേക്കപ്പ് ഇട്ടുകൊണ്ട് ഡേ പാർട്ടികളിലും നൈറ്റ് പാർട്ടികളിലും പങ്കെടുത്തുകൊണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ ഉയർന്ന ജീവിത സാഹചര്യങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളുമുണ്ട്. ഒരുപാട് പേര് എനിക്കറിയാം. പക്ഷേ ഈ ആളുകളെല്ലാം കണക്കെടുത്ത് നോക്കിയാൽ അവർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നവരോ മറ്റുള്ളവരോട് അല്പം സഹാനുഭൂതിയോ കരുണയോ ഇല്ലാത്ത ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾക്കൊരു പെൻസിൽ എടുക്കാം. ആ പെൻസിൽ വളരെയധികം വർണ്ണത്തിൻ്റെ ഡിസൈനുകൾ ചാലിച്ച ഒരു പെൻസിലായിരിക്കാം. പക്ഷേ ആ പെൻസില് അതിൻ്റെ ഉള്ളിൽ ഗ്രാഫൈറ്റ് ചീത്തയാണെങ്കിലോ ഗ്രാഫൈറ്റ് കൊള്ളില്ല എങ്കിലോ അതുകൊണ്ട് നല്ല പടം നമ്മൾക്ക് വരയ്ക്കാൻ കഴിയില്ല, നല്ല ചിത്രരചന നമ്മൾക്ക് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ മറിച്ച് ആ ഗ്രാഫൈറ്റ് നല്ലതാണെങ്കിലോ അനേകം ചിത്രങ്ങൾ നമുക്ക് അതിൽ നിന്നും കോറിയിടാനായിട്ട് കഴിയും, അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വില കൊടുത്ത നല്ലൊരു വർണ്ണ പേജുള്ള നല്ലൊരു പുറംചട്ടുള്ളൊരു ഡയറി വാങ്ങിച്ചു. എന്നാൽ വീട്ടിൽ വന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ പേജുകൾ കൊള്ളില്ലെങ്കിലോ നമ്മളവിടെ നിരാശയായി, അല്ലേ? അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യരിപ്പോൾ നല്ലൊരു മാസ്ക് അണിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ ഉള്ളിലെ മനസ്സ് ചീത്തയാണെങ്കിൽ അവിടെ എല്ലാം പോയി എന്നുള്ളതാണ്. അവിടെ ഒന്നും ശേഷിക്കുന്നില്ല, ചുമ്മാ ഡാർക്ക്നെസ് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനായാലും നിങ്ങളായാലും ബാഹ്യ സൗന്ദര്യം കണ്ടുകൊണ്ടും അതുപോലെ തന്നെ അവരുടെ അപ്പോഴത്തുള്ള പെരുമാറ്റം കണ്ടുകൊണ്ടും ഒരിക്കലും അതിലേക്ക് ആകർഷകരാകരുത് എന്നുള്ളതാണ്. കാരണം പിന്നീട് വരുന്ന ജീവിതാനുഭവങ്ങൾ എന്നുള്ളത് വളരെ മോശമായിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് കുറേ മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് നമ്മൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട്. ഒരുപാട് പാതകൾ നമ്മുടെ മുമ്പിൽ നമുക്ക് വെറ്റി തെളിക്കാനുണ്ട് എന്നുള്ളതാണ്, സഞ്ചരിക്കാനുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പുറംപൂച്ച് കണ്ടുകൊണ്ട് സാധാ ഒരു മനുഷ്യൻ്റെ സ്നേഹപ്രകടനം കണ്ടുകൊണ്ടോ അവരിലെ ബാഹ്യ സൗന്ദര്യം കണ്ടുകൊണ്ടോ അവരിൽ വീണു പോകരുത് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, മനുഷ്യരെ അവരേത് തരക്കാരാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് വേണ്ടിയും ഈ സൊസൈറ്റിക്ക് വേണ്ടിയും ഈ നേഷന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്.